എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റോബ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ വെഹിക്കിൾ റിവ്യൂസ് ആണ്, അല്ലെങ്കിൽ വാഹനങ്ങളെ സംബന്ധിച്ചാണ് വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇന്ന് തികച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള പലരും ബിടെക് പഠിക്കുകയും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് സപ്ലിമെൻ്ററി ഒക്കെ വന്നിട്ട്, അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി ഭയങ്കര ടഫ് ആയതുകൊണ്ട് നമുക്ക് പഠിച്ച് പാസ്സാകാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പലപ്പോഴും പലർക്കും ബിടെക് എന്ന് പറഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ മറ്റുള്ളൊരു സാഹചര്യം കൊണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിടെക് എന്ന് പറഞ്ഞൊരു കോഴ്സ്, എഞ്ചിനീയറിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കാരണം പിന്നീട് എപ്പോഴെങ്കിലും നമ്മളൊരു നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റുകൾ ആവശ്യം വരും. അത് ഈ ഒരു തുടർ പഠനം നമുക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പല ബുദ്ധിമുട്ടുകളും ഇന്ന് പല ആൾക്കാരും നേരിടുന്നുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായിട്ടുള്ള ഒരു കാര്യം നിർദ്ദേശിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ പാതി വഴിക്ക് പഠനം മുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അവിടുന്ന് വീണ്ടും ഇത് പഠിച്ചത് പാസ്സാകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിനെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് നമുക്ക് നോക്കാം. UGCയും AICTയും കേന്ദ്ര സർക്കാരും ഒക്കെ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കുന്ന ആ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ഭയങ്കര ടഫാണ്, നമുക്ക് പഠിച്ച് പാസ്സാകാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ആവുകയോ ഒരുപാട് സപ്ലിമെൻ്ററി മൂലം നമുക്ക് കണ്ണ് ചെയ്യാൻ പറ്റാതെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതേ കോഴ്സിനെ നമുക്ക് വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അവിടുന്ന് നമുക്ക് ആ ഒരു കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും ഉള്ളൊരു ഫെസിലിറ്റിയാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ നമുക്ക് തരുന്നത്. അപ്പോൾ എന്താണ് AICTE എന്ന് നമുക്ക് നോക്കാം. AICTE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള സാങ്കേതിക വിദ്യാഭ്യാസം, ടെക്നിക്കലായിട്ടുള്ള ഈ പറയുന്ന എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അപ്പെക്സ് ആയിട്ടുള്ള ബോഡിയാണ് AICTE എന്ന് പറയുന്നത്. അപ്പോൾ AICTEയുടെ അപ്രൂവൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള എല്ലാ എഡ്യൂക്കേഷണൽ, അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അല്ലെങ്കിൽ കോളേജസിലേക്ക് നമുക്ക് ഈ കോഴ്സുകളെ നമുക്ക് മാറ്റാനായിട്ട് പറ്റുമെന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത്. ഇനി അടുത്തത് നമുക്ക് UGC എന്താണെന്ന് നമുക്ക് നോക്കാം. UGC എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്നാണ്. UGC 1952 നിയമപ്രകാരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം, ഇന്ത്യ ഗവൺമെൻറ് ഇവരെല്ലാം ചേർന്നിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന ഒരു കമ്മീഷനാണ് UGC എന്ന് പറയുന്നത്. അപ്പം ഇവർ ഈ ഒരു കോഴ്സിൻ്റെ ഒരു ക്വാളിറ്റി അതുപോലെ അതിൻ്റെ അഷുറൻസും ഒക്കെയാണ് പരിപാലിക്കുന്നത്. അപ്പോൾ UGCയിൽ അണ്ടറിലുള്ള കോളേജുകളെല്ലാം ഇവർ ഫണ്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി UGCയും AICTയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. AICTE എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്ന ഒരു ബോഡിയാണെന്നുണ്ടെങ്കിൽ UGC എന്ന് പറഞ്ഞാൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള കോഴ്സുകളും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ട്, അല്ലെങ്കിൽ സർവകലാശാലകളെയാണ് ഇത് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. ഇനി ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പ്രത്യേകിച്ച് ബിടെക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പഠനം പാതി വഴിയിൽ മുടങ്ങുകയോ അല്ലെങ്കിൽ ഒരുപാട് സപ്ലിമെൻ്ററി വന്ന് തോൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ് ആയിട്ടും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അല്ലെന്നുണ്ടെങ്കിൽ കോളേജ്, സർവകലാശാല ഇതെല്ലാം UGCയുടെ അണ്ടറിലോ AICTയുടെ അണ്ടറിലോ ലിസ്റ്റഡ് ആണോ നോക്കണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ UGCയുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ AICTയുടെ വെബ്സൈറ്റിലേക്ക്, അത് രണ്ടും ഞാൻ താഴെ കൊടുക്കാം, ആ വെബ്സൈറ്റുകൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന സ്ഥാപനം ഇവയുടെ അണ്ടറിലാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതുമൂലം പിന്നീട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പരിചയപ്പെടുത്താനുണ്ട്. അപ്പോജി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഇവർ എന്തുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചോദിച്ചാൽ നമ്മുടെ ഒരു കേരള യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേരള യാത്രയ്ക്ക് ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പോജി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവർ പ്രധാനമായിട്ടും ക്രെഡിറ്റ് ട്രാൻസ്ഫറുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഫോൺ നമ്പറുകളും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ബിടെക് കംപ്ലീറ്റ് ചെയ്യാത്ത സുഹൃത്തുക്കളോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് പാതി വഴിയും മുടങ്ങിയ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അവർ തരുന്നതാണ്. ഇവരുടെ നമ്പേഴ്സ് തൊട്ടടുത്ത് കൊടുത്തിരിക്കാം. അപ്പോൾ ഇനി ആരും ബിടെക് പാസ്സായില്ല അല്ലെങ്കിൽ ബിടെക് ഇനി എഴുതിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. അതിനെല്ലാം അപ്പോജി ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും.